ആകാശത്ത് യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറക്കുമ്പോൾ അതിന്റെ പ്രകമ്പനം UAE-യിലെ പ്രവാസികളുടെ തൊഴിൽ സുരക്ഷയെ ബാധിക്കുമോ എന്ന വലിയ ചോദ്യം ഉയർത്തുകയാണ്. അനിശ്ചിതത്വത്തിന്റെ ഈ നിഴലിൽ പലരും ചോദിക്കുന്ന ഒന്നാണ് നാളെ ജോലി നഷ്ടപ്പെടുമോ എന്ന്. സംഘർഷ സാഹചര്യം മുതലെടുത്ത ചില സ്ഥാപനങ്ങൾ ജീവനക്കാരെ പിരിച്ചുവിടാനോ നിർബന്ധിത അവധിയിൽ വിടാനോ ശ്രമിക്കുന്നുവെന്ന വാർത്തകൾ പ്രവാസികൾക്കിടയിൽ വലിയ പരിഭ്രാന്തി പടർത്തുന്നുണ്ട്. എന്നാൽ യുദ്ധഭീതിയേക്കാൾ കരുത്തുറ്റതാണ് UAE-യിലെ പുതിയ തൊഴിൽ നിയമങ്ങളെന്ന് നിങ്ങൾക്കറിയാമോ? നിയമം പ്രവാസികളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നേരത്തെ ചില മാറ്റങ്ങൾ UAE-യിലെ തൊഴിൽ വിപണിയിൽ വന്നപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഭീതിയാണ് നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ പ്രവാസികൾക്കിടയിൽ ഉണ്ടായത്. പല സ്ഥാപനങ്ങളും ജീവനക്കാരുടെ ലീവുകൾ നീട്ടാനും മറ്റു ചിലരെ അന്യായമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും സംഘർഷാവസ്ഥ കാരണമായി എന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ പ്രവാസികൾ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ സാഹചര്യത്തിൽ നിങ്ങളെ പെട്ടെന്ന് ഒരു ദിവസം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ UAE നിയമം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. 2021 UAE തൊഴിൽ നിയമം ആർട്ടിക്കിൾ 47 പ്രകാരം വ്യക്തമായ കാരണങ്ങളില്ലാതെ ഒരു ജീവനക്കാരനെ പുറത്താക്കുന്നത് UAE-യിൽ നിയമവിരുദ്ധമാണ്. പ്രത്യേകിച്ച് ഒരു പരാതി നൽകിയതിന്റെ പേരിലോ അല്ലെങ്കിൽ തൊഴിലുടമയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ വേണ്ടി നിങ്ങളെ പിരിച്ചുവിട്ടാൽ അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് കൃത്യമായ അവകാശമുണ്ട്. അതുപോലെ തന്നെ നിലവിലെ സാഹചര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ നിർബന്ധപൂർവ്വം അവധിയിൽ വിടാനോ അവധി നീട്ടാനോ ശ്രമിച്ചാലും നിങ്ങൾക്ക് നിയമസഹായം തേടാൻ സാധിക്കും. നിലവിലെ സംഘർഷ സാഹചര്യം ഉണ്ടായത് മുതൽ UAE-യിലെ നിരവധി പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരെ നിർബന്ധപൂർവ്വം അവധിയിൽ വിട്ടതായും അവധി നീട്ടിയതായും എല്ലാം ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ UAE-യിലെ നിയമങ്ങൾ പ്രവാസികൾക്കൊപ്പമാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് UAE തൊഴിൽ മന്ത്രാലയത്തിൽ ഒരു പരാതി നൽകുക എന്നതാണ്. 2024 പുതിയ നിയമ ഭേദഗതി പ്രകാരം, അതായത് ആർട്ടിക്കിൾ 54 പ്രകാരം പരാതി ലഭിച്ചാൽ മന്ത്രാലയം രണ്ട് കക്ഷികളെയും വിളിച്ച് സംസാരിക്കുകയും കാര്യങ്ങൾ തിരക്കുകയും ചെയ്യും. ശേഷം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്നത് നിങ്ങളുടെ ക്ലെയിം തുക 50,000 ദിർഹത്തിൽ താഴെയാണെങ്കിൽ കേസ് കോടതിയിലേക്ക് വിടാതെ തന്നെ തീരുമാനമെടുക്കാൻ മന്ത്രാലയത്തിന് സാധിക്കും. ഈ തീരുമാനം ഒരു കോടതി വിധി പോലെ തന്നെയാണ് നടപ്പിലാക്കുക. ഇനി ഈ തീരുമാനത്തിൽ നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ലേബർ കോടതിയിൽ അപ്പീൽ നൽകാനും അവസരം നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ തുക 50,000 ദിർഹത്തിന് മുകളിലാണെങ്കിൽ മന്ത്രാലയത്തിന് പരിഹരിക്കാൻ കഴിയാത്ത കേസുകൾ 14 ദിവസത്തിനുള്ളിൽ ലേബർ കോടതിയിലേക്ക് തീർച്ചയായും മാറ്റും. ഇങ്ങനെയാണെങ്കിൽ കോടതി 3 ദിവസത്തിനുള്ളിൽ കേസ് പരിഗണിക്കുകയും 30 ദിവസത്തിനുള്ളിൽ അന്തിമ വിധി പറയുകയും വേണം. ഇതാണ് പുതിയ നിയമ ഭേദഗതികൾ വ്യക്തമാക്കുന്നത്. 50,000 ദിർഹത്തിന് താഴെയുള്ള തർക്കങ്ങളിൽ മന്ത്രാലയത്തിന് തന്നെ നേരിട്ട് തീർപ്പ് കൽപ്പിക്കാൻ അധികാരം നൽകിയത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ്. കോടതി കയറാതെ തന്നെ വളരെ വേഗത്തിൽ പ്രശ്നപരിഹാരം സാധ്യമാകുന്ന ഈ സംവിധാനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വലിയൊരു കരുത്താണ്. കേസ് നടക്കുന്ന സമയത്ത് പോലും ജീവനക്കാരന്റെ ജീവിത ചെലവുകൾക്കായി ശമ്പളം ഉറപ്പാക്കാൻ മന്ത്രാലയം ഇടപെടുന്നത് UAE-യുടെ മാതൃകാപരമായ സമീപനമാണ്. അതുപോലെ തന്നെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജീവനക്കാരന്റെ ശമ്പളം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പരമാവധി 2 മാസത്തെ ശമ്പളം നൽകാൻ മന്ത്രാലയത്തിന് തൊഴിലുടമയോട് പറയാനും സാധിക്കും. ഇത് പ്രവാസികൾക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസം തന്നെയാണ് നൽകുന്നത്. ഇനി കേസ് കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ അതിനു മുന്നേ ചില കാര്യങ്ങൾ തയ്യാറാക്കി വെക്കണം. നിങ്ങളുടെ ലേബർ കോൺട്രാക്ട് നിർബന്ധമായും കൈവശമുണ്ടായിരിക്കണം. കൂടാതെ പിരിച്ചുവിട്ടത് തെളിയിക്കുന്ന തെളിവുകൾ, അതായത് ഇമെയിലുകൾ, വാട്സ്ആപ്പ് മെസ്സേജുകൾ അല്ലെങ്കിൽ മറ്റു രേഖകൾ ഉണ്ടെങ്കിൽ അതും കൈവശം കരുതണം. നഷ്ടപരിഹാരത്തിന് നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണം. നിയമം അനുസരിച്ച് സാധാരണയായി 3 മാസത്തെ ശമ്പളം വരെ നഷ്ടപരിഹാരമായി ലഭിക്കും. UAE-യിലെ പ്രവാസികൾ നിലവിൽ അഭിമുഖീകരിക്കുന്നത് വെറുമൊരു സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, തങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ചില ആശങ്കകൾ കൂടിയാണ്. നമ്മളെ അവകാശങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കൂ. പല പ്രവാസികളും പലപ്പോഴും നിയമം അറിയാത്തതിന്റെ പേരിൽ പല കുരുക്കുകളിൽ പോയി ചാടാറുണ്ട്. ഓരോ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് അവർ ജീവിക്കുന്ന രാജ്യത്തെ നിയമങ്ങൾ മനസ്സിലാക്കി വെക്കുകയും അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യാന്നുള്ളത്. മാത്രമല്ല ലേബർ കോൺട്രാക്ട് പോലുള്ള രേഖകൾ കൈവശം എപ്പോഴും കരുതണം. എങ്കിൽ മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് അതിനെതിരെ കോടതിയെ സമീപിക്കാനും നിയമ നടപടിയൊക്കെ സ്വീകരിക്കാനും സാധിക്കുകയുള്ളൂ. എന്തായാലും UAE-യിലെ തൊഴിൽ നിയമം വളരെ ശക്തമാണ്.